വളരെ എളുപ്പത്തിൽ ഒരു നേന്ത്രപ്പഴം പായസം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അജ്മിയുടെ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ അരിപ്പൊടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റവ എടുത്താലും നല്ലതാണ്. പുട്ടുപൊടിയോ റവയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഒരു ഉരുളിയിലേക്ക് 3 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിമാവിൻ്റെ ബോൾസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റി പായസമാണിത്. ഇനി ഇതിലേക്ക് 2 നേന്ത്രപ്പഴം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പീസും 4ആയി മുറിച്ചിട്ടാണ് ഉള്ളത്. അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത്തപ്പഴവും അരിമാവും അത്യാവശ്യം ഒന്ന് കുക്കായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം നമുക്ക് പെട്ടെന്നൊന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം അരിമാവ് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 4-5 ഏലയ്ക്ക നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനിതാ ഈ പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാന സ്റ്റെപ്പായിട്ട് നെയ്യിൽ വറുത്തിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാക്കൊത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തെടുക്കുന്ന സമയം തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പായസത്തിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പായസം തയ്യാറായി കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ പായസത്തിന് കിട്ടിയിട്ടുണ്ടാവും. വളരെയധികം ഈസിയും ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു നേന്ത്രപ്പഴം പായസം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.